ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 6, ശ്ലോക 5. നിശേഷ വിശ്വരചനാക്ഷ കടാക്ഷ മോഹ മോക്ഷ കർണൗ ദിശക അശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രവേ ച ഭഗവൻ അധരോതരോഷ്ടൗ താരാഗണാശ്ച രദനാകാശമനഃ ച ദംഷ്ട്രാ. നിശേഷ, ഒന്നും തന്നെ ശേഷിക്കാത്തത്, മുഴുവനായിട്ട്. വിശ്വരചന, പ്രപഞ്ച സൃഷ്ടി. ച, ചേർന്നത്. കടാക്ഷ, ഭഗവാന്റെ നീല കടാക്ഷങ്ങൾ, കണ്ണുകൾ. മോക്ഷ, മുക്തി നേടുന്നത്. കർണൗ, ചെവികൾ. ദിശഃ, ദിക്കുകൾ. അശ്വിയുഗളം, അശ്വിനി ദേവന്മാർ. തവ, ഭഗവാന്റെ. നാസികെ, നാസാദ്വാരങ്ങൾ. ദ്വേ, രണ്ട്. ലോഭത്രവേ, ലോഭം, ലജ്ജ എന്നിവ കൊണ്ടുള്ള. ച, ചേർന്ന്. ഭഗവൻ, ഭഗവാൻ. അധരോത്തരോഷ്ടൗ, മേലും കീഴുമായിട്ടുള്ള ചുണ്ടുകൾ. താരാഗണാശ്ച, നക്ഷത്രക്കൂട്ടങ്ങൾ. രതനാക, പല്ലുകൾ. ശമനക, യമൻ. ച, ചേർന്നത്. ദംഷ്ട്ര, ദംഷ്ട്രകൾ. ഇവിടെ ഭഗവാന്റെ വിരാൽ സ്വരൂപ വർണ്ണനയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ ആ ഒരു മുഖത്തിലുള്ള ഭാഗങ്ങൾ ഏതിനെയൊക്കെയാണ് കുറിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്യുവാൻ വേണ്ടി ആ കണ്ണുകളെയാണ് ഉപയോഗിക്കുന്നത്. ആ കണ്ണുകളാകട്ടെ എല്ലാ പ്രപഞ്ച സൃഷ്ടികളാകുന്ന ആ കൂട്ടത്തെ കുറിക്കുന്നു. അതുപോലെ ഭഗവാന്റെ ചെവികൾ ആ ഒരു ദിക്കുകളെ കുറിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ നാസാദ്വാരങ്ങൾ, അതായത് 2 നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരെ കുറിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ മേലും കീഴുമായിട്ടുള്ള ചുണ്ടുകളെ ലോഭം, ലജ്ജ എന്നിവയെ കുറിക്കുന്നു. ഭഗവാന്റെ പല്ലുകളെ നക്ഷത്രക്കൂട്ടങ്ങളെ കുറിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ദംഷ്ട്രകളെ യമനായി കുറിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ മുഖത്തിലുള്ള ഓരോ അവയവങ്ങളും പ്രപഞ്ചത്തിലെ ഏതെല്ലാത്തിനെ കുറിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോഷ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രവേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ച രദനാശമനശ്ച ദംഷ്ട്രാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.